അള്ളാഹു അല്ലാത്ത ഒരാളിലേക്ക് പോകലല്ല ചികിത്സിക്കൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെ മനസ്സിലാക്കിയല്ലേ? അള്ളാഹു അല്ലാത്ത ഒരാളടുത്തേക്ക് പോവുകയാണ് ഡോക്ടർ അടുത്തേക്ക് പോകൽ എന്നാണോ നിങ്ങൾ മനസ്സിലാക്കണം? അല്ല. പിന്നെ അതെങ്ങനെ ഡോക്ടർ അടുത്തേക്ക് പോകൽ എങ്ങനെ അള്ളാഹിന്റെ അടുത്തേക്ക് പോകലാവും? ഡോക്ടർ വേറെ, അള്ളാഹു വേറെയാണ്. പക്ഷെ ശരിക്കും നമ്മൾ ഡോക്ടർ അടുത്തേക്ക് പോകുമ്പോ അള്ളാഹു ആണ് ചെയ്യുന്നത്, അള്ളാഹു ആണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇത് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആ ഡോക്ടർ അടുത്തേക്ക് നമ്മൾ പോകുമ്പോ അള്ളാഹു തന്നെയാണ് ഈ ഡോക്ടറിലൂടെ ചികിത്സിക്കുന്നത്, മാറ്റുന്നത് എന്നുള്ള വിശ്വാസമാണല്ലോ ഉള്ളത് അല്ലേ? അപ്പൊ സത്യത്തിൽ നമ്മൾ പോകുമ്പോ ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് കിട്ടണത് ആരിലൂടെ എന്നുള്ളതല്ല, ശരിക്കും അത് നൽകുന്നത് അള്ളാഹുവാണ് എന്നതാണ്. അള്ളാഹുവാണ് നൽകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു അവന്റെ അമ്പിയാക്കളിലൂടെ ഔലിയാക്കളിലൂടെ ഇങ്ങനെ സൃഷ്ടികൾക്ക് ഇടയിൽ ജീവിക്കുന്ന സൃഷ്ടികളിലൂടെയാണ് മറ്റു സൃഷ്ടികളെ സഹായത്തിന് അള്ളാഹു ആക്കുന്നത്. അത് വിശുദ്ധ ഖുർആൻ ഇന്നമാ വലിയുക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു എന്ന് ഖുർആൻ പറയുക പോലും ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അള്ളാഹു സംവിധാനിച്ച ഒരു സംവിധാനമായതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തടത്തേക്ക് പോവുകയാണ്, അള്ളാഹു അല്ലാത്തവരെ സമീപിക്കുകയാണെന്നുള്ള ആ ഭീതി പോകാനാണ് ഞാൻ ഈ ഡോക്ടറെ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞത്.